ചർച്ച ചെയ്യാതെ ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ CPIക്കുള്ളിൽ അതൃപ്തി. മന്ത്രിസഭ അനുമതി നൽകിയെങ്കിലും മുന്നണിക്കുള്ളിലും ഇത്തരം വലിയ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് CPIയിൽ വികാരം. വിഷയം 27-ാം തീയതി ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യും. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. മുന്നണിക്കുള്ളിൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടിയിരുന്നു എന്നത് സ്വാഭാവികമായും ഉയരേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇടത് മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണിക്കുള്ളിൽ ഒരുമിച്ച് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയുടെ ഒരു പാർട്ടിയാണ് CPI. ഈ CPIയെ ഇക്കാര്യം അറിയിച്ചില്ല എങ്കിൽ ഇതിനു പിന്നിൽ തികച്ചും ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? മോദി ഇതേ ആരോപണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. കാരണം ഒയാസിസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടവരാണ് ഉടമകൾ. ഒപ്പം ഇത്തരത്തിലൊരു മദ്യനിർമ്മാണ കമ്പനി വരുമ്പോൾ സമീപത്തെ ഭൂഗർഭ ജലത്തിനും ഒപ്പം മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകും തുടങ്ങിയ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിൽ എന്ത് നിലപാടെടുക്കണമെന്ന് അറിയാതെ വിഴുകയാണ് CPI. കാരണം മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്തില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ അവർ പറഞ്ഞത്. ഇത് തള്ളണോ, ഈ തീരുമാനം തള്ളണോ കൊള്ളണോ എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത പ്രതിസന്ധിയിലാണ് നിലവിൽ CPM ഉള്ളത്. എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ച ചെയ്ത് അംഗീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത് മുന്നണി യോഗത്തിൽ കൂടി ചർച്ച ചെയ്യണമായിരുന്നു. അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇത് ആ ഘട്ടത്തിൽ തന്നെ എതിർത്തേനെ എന്ന വാദവുമായി പല നേതാക്കളും CPIക്കുള്ളിൽ തന്നെയുണ്ട്. എന്തായാലും ഇത് കൗൺസിൽ യോഗം ചർച്ച ചെയ്യും. കാരണം ഇത്രമാത്രം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്രമാത്രം ചർച്ചയാകപ്പെടുമ്പോൾ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPI കൂടി അതിൻ്റെ ആ പഴി കേൾക്കേണ്ടതായി വരുന്നു എന്നുള്ളത് തന്നെയാണ് CPI നേതാക്കൾ പലരും പറയുന്നത്. അതുകൊണ്ട് മുന്നണി യോഗത്തിൽ കൂടി ചർച്ച ചെയ്തുകൊണ്ട് മാത്രം എടുക്കേണ്ട തീരുമാനമായിരുന്നുള്ള വിമർശനമാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. മോദി. ശരി രാഹുൽ. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.